അനേർട്ട് പദ്ധതി അഴിമതിയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് ചിറ്റൂരിലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചാണ് നമ്മളിപ്പോൾ കാണുന്നത്. ബാരിക്കേഡുകൾ പ്രവർത്തകർ തള്ളിമറിച്ചിട്ടിരിക്കുന്നു. മറുഭാഗത്തു നിന്ന് ഉയർത്താൻ ഇപ്പോൾ പോലീസുകാർ ശ്രമിക്കുകയുമാണ്. മന്ത്രിയുടെ ചിറ്റൂരിലെ ഓഫീസിലേക്കാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. മുബഷീർ പി അക്ബർ നമുക്കൊപ്പമുണ്ട്. മുബഷീർ, അനേർട്ട് പദ്ധതി അഴിമതിയിൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം വലിയ പങ്കാളിത്തമാണ്. പോലീസ് ആവശ്യത്തിനില്ലേ അവിടെ? മറുഭാഗത്ത് പോലീസ് സംഘടിച്ചു നിൽക്കുന്നുണ്ട്. സുജയ പാർവതി, യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രവർത്തകർ കടന്നു കയറാതിരിക്കാൻ വേണ്ടി വലിയ ബാരിക്കേഡുകളൊക്കെ തന്നെ ഒരു മേഖലയിൽ സ്ഥാപിച്ചിരുന്നു. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു പ്രതിഷേധത്തിൽ പ്രവർത്തകർ സംഘടിതമായി ചേർന്നുകൊണ്ട് പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് പൂർണ്ണമായിട്ടും ആ മേഖലയിൽ നിന്നും മാറ്റുന്നൊരു കാഴ്ച അവരത് ഇപ്പോൾ കുലുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ രീതിയിൽ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്താണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് ഓഫീസിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം, അവിടെ എത്തി പ്രതിഷേധിക്കാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഏകദേശം 100-ലധികം വരുന്ന പ്രവർത്തകർ വലിയൊരു പ്രതിഷേധവുമായി ഒരു മേഖലയിലേക്ക് എത്തുന്നത്. അനേർട്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വൈദ്യുതി മന്ത്രി കൂടിയായിട്ടുള്ള കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ വ്യാപകമായിട്ടുള്ള അഴിമതിയാണ് സംസ്ഥാനത്ത് നടന്നത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നിപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവും മുൻ മന്ത്രി കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല കാര്യത്തിൽ വലിയ ആരോപണങ്ങളൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ, സംസ്ഥാന വൈദ്യുതി വകുപ്പിനെതിരെ ഉൾപ്പെടെ ഉന്നയിച്ചു. അത്തരം ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വലിയ പ്രതിഷേധങ്ങളിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ചാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് വഴിമാറുന്ന കാഴ്ച. ബാരിക്കേഡ് പൂർണ്ണമായും അവർ മറിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ പോലീസിന്റെ പ്രതിരോധത്തെയും മറികടന്നുകൊണ്ട് അപ്പുറത്തേക്ക് പോകാനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഒരു മേഖലയിലുണ്ട്. പോലീസ് അവരെ തടയുന്നുണ്ട്. ഒരുപക്ഷെ പ്രവർത്തകർ അതിന് ശ്രമിക്കുകയാണെങ്കിൽ അത് ഉന്തും തള്ളിലേക്കും വഴിമാറും, സംഘർഷത്തിലേക്ക് വഴിമാറും. അതുവഴി പോലീസ് ലാത്തി വീശാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ ആവില്ല എന്നുള്ളതാണ്. ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഈ ഒരു മേഖലയിലുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ നിരവധി പോലീസുകാർ നേരത്തെ തന്നെ ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ചിരുന്നു എന്നുള്ളതാണ്. എന്തായാലും DCC പ്രസിഡന്റ് ഈ ഒരു പ്രതിഷേധ സംഗമം പരിപാടി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ തൊട്ടു പിന്നാലെയാണ് വീണ്ടും പ്രവർത്തകർ പ്രതിഷേധത്തിലേക്ക് കടന്നത്. ബാരിക്കേഡ് പൂർണ്ണമായിട്ടും താഴോട്ട് വലിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് വിനുപകർന്ന ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ റോഡിലേക്ക് വലിച്ചിട്ട് അവർ അത് മാറ്റുന്നൊരു കാഴ്ചയാണ്. പ്രവർത്തകർ സംഘടിതമായി ചേർന്നുകൊണ്ടാണ് ആ ബാരിക്കേഡ് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുവഴി സ്വാഭാവികമായിട്ടും മന്ത്രിയുടെ ഓഫീസിലേക്ക് കടന്നു കയറുക, അവിടെ എത്തി പ്രതിഷേധിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രവർത്തകർ ആലോചിക്കുന്നത്. പക്ഷേ പോലീസ് അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രതിഷേധം ആ നിലയിൽ തന്നെ തുടരുകയാണ്. പക്ഷേ പോലീസുമായിട്ടുള്ളൊരു ഉന്തും തള്ളിലേക്കൊക്കെ തന്നെ പോവുകയാണെങ്കിൽ വലിയൊരു സംഘർഷം തന്നെ ഒരു പ്രതിഷേധത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയായിരുന്നു ഇത്തരമൊരു അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നത്. റിപ്പോർട്ടർ ചാനൽ നേരത്തെ തന്നെ അനേർട്ട് പദ്ധതിയിൽ ചിറ്റൂരിലാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നത്. ബാരിക്കേഡ് വെച്ച പോലീസ് ഇപ്പോൾ മാർച്ച് തടഞ്ഞിരിക്കുകയാണ്. അനേർട്ട് പദ്ധതിയിൽ അഴിമതി എന്നാണ് ആരോപണം.